നിങ്ങൾ കാണുകയാണ് ഇവിടെ ബാംബു ചിക്കൻ ഇവിടെ ഉണ്ടാക്കുകയാണ്. അതെ, രൂപായി ബാംബു ഡെൻഡ്രോക്കലാമസ് ലോഞ്ചിപ്പാത്തസ് എന്ന സയന്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന രൂപായി ബാംബുവിനകത്ത് നമ്മൾ ചിക്കനും റസൂലും അതിൽ. അപ്പോൾ നമ്മളുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമ്മളുള്ളത് ഇവിടെ തന്നെയാണ് അല്ലേ, ത്രിപുരയിലെ മുനക്കോട്ടി. അവിടെ ഫോറസ്റ്റ് ഓഫീസിലാണ്. സാറിന്റെ മോനാണ്. മോന്റെ പേര് പിന്നെയും മറന്നതല്ലോ, പവൻ. അപ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പൊ നോക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ രാത്രി സമയമാണ്. നമുക്കിവിടെ ബാംബുവിന്റെ ചിക്കൻ ഉണ്ടാക്കും. നമ്മളിവിടെ ത്രിപുരയിൽ വന്നത് മുതൽ പറഞ്ഞതാണ്, ഇവിടെ ഫുള്ള് ബാമ്പുവാണ്. വീടുണ്ടാക്കുകയാണെങ്കിലും മതിൽ കെട്ടുകയാണെങ്കിലും ഒക്കെ ബാമ്പു. അപ്പോൾ നമ്മൾ ഇന്ന് ബാമ്പുവിനോടൊരു ചിക്കൻ ഉണ്ട്, ഇവരുടെ റെസിപ്പിയാണ്, നമുക്കല്ല, നമ്മൾ അത് ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി. സാറിന്റെ ഡ്രൈവറൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അവർ നല്ല ഉഷാറാക്കിയിട്ട് മുളകൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ രീതികൾ എങ്ങനെയൊക്കെ എന്നുള്ളത് നോക്കട്ടെ. ബാംബു ചിക്കൻ ആണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. അപ്പോൾ ബാംബു വെട്ടണം ആദ്യം. അതിനായിട്ട് നമ്മൾ വെട്ടി വെച്ചാലേ സംഭവത്തിൽ ഉഷാറായിട്ട് ഇത്ര നീളത്തിൽ ഒരു 3/4 മീറ്റർ നീളത്തിലുള്ള 4 പീസുകൾ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മുള അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബാംബു ചിക്കൻ ബാംബു റൈസും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനായിട്ട് 4-5 മുള ഇതേപോലെ വെട്ടിയിട്ടുണ്ട്. അങ്ങനെ തീ കത്തിക്കുന്നുണ്ട്. തീ കത്തിച്ചതിന് ശേഷം എന്തൊക്കെയാണ് പരിപാടി എന്നറിയില്ല, എന്നാലും മുളയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെ JK സാർ ഇത് അവിടെ അങ്ങനെ ചൂളൊക്കെ വിളിച്ചിങ്ങനെ തിന്നാനായിട്ടില്ലേ. ഇത് ഇടക്കിടക്ക് ഉണ്ടാക്കിക്കണ്ടോ? ഇവിടെ ട്രൈബൽസിന്റെ ഒരു ഭക്ഷണമാണല്ലോ ഇത്. അവര് പണ്ട് പാത്രമൊന്നുമില്ല, അന്ന് ബാംബൂലെല്ലാം ഉണ്ടാക്കുന്നത്. ബാംബു റൈസ്, ബാംബു ചിക്കൻ, എല്ലാ സാധനങ്ങളും ബാംബു. ഭീകര പോലും ബാംബു, എല്ലാത്തിലും ബാംബൂൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള ചിക്കൻ കട്ട് ചെയ്യാണ്. ചിക്കൻ കട്ട് ചെയ്യുന്നത് വളരെ ചെറിയ പീസായിട്ടാട്ടോ, ഇതേപോലെ കട്ട് ചെയ്യുക. അപ്പോൾ ഇവരുടെ കട്ട് ചെയ്യുന്ന രീതി നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു, ബംഗാളിലൊക്കെ ഉള്ള രീതി. അതായത് ഇതുപോലത്തെ കത്തിയിൽ ഒരു സ്റ്റാൻഡുള്ള കത്തി. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനുള്ള മുള ഇതാണ്. ഈ ബാംബുവിൻ്റെ അകത്ത്, അതിൻ്റെ ആ തുളയ്ക്കകത്ത് നമ്മൾ ഈ നോടും ഇൻ്റർനോടും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ നോടിനകത്താണ് നമ്മൾ നിറയ്ക്കുന്ന മുഴുവൻ പുട്ടൂറ്റി പോലെയുള്ള സാധനത്തിനകത്ത് നിറയ്ക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് നിറയ്ക്കണം. കുത്തി ജാമായിട്ട് നിറക്കിയില്ല. പിന്നെ ഇതിന് ശേഷം അതിന് മുകളിൽ ഒരു ഇല വെച്ചിട്ട്, വാഴയിലോ അല്ലെങ്കിൽ ഒരു വൈൽഡ് ആയിട്ടുള്ള ചില ലീവ്സ് ഉണ്ട്, അത് വെച്ചിട്ട് ടൈറ്റ് ആക്കും. ടൈറ്റ്നസ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചൂടായി കഴിയുമ്പോൾ ബാമ്പു പൊട്ടിത്തെറിക്കും. അപ്പോൾ അതൊരു ലൂസായിട്ടാണ് നിൽക്കുക. എന്നിട്ട് അവസാനം ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് പതുക്കെ ചെരിച്ച് വെച്ച് ഈ വാഴയില മാറ്റിയിട്ട് ഇതിനകത്തെ കറിയും എല്ലാ സാധനവും നമ്മൾ വെള്ളോട്ട് എടുക്കുകയോ ചെയ്യുന്നത്. യെസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയുക, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസറാണ്. A to Z എല്ലാവരെയും എന്താ രൂപായി ബാമ്പ് നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ നേരത്തെ ചെറുതായിട്ട് മുറിച്ച് വെച്ച ചിക്കനൊക്കെ ഇവിടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മുളക് ഇതേപോലെ നല്ല ചീന്തിക്കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. കാട്ടുമല്ലി അല്ലേ, പ്രത്യേകം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാട്ടുമല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത മല്ലി സാധാ മല്ലി അല്ല കേട്ടോ, കാട്ടുമല്ലിയാണ്. ഇതായി സംഭവം ഉണ്ടല്ലോ, എറിഞ്ചിയം അല്ലേ, എറിഞ്ചിയം. വളരെ സുലഭമായി കിട്ടുന്ന മല്ലിയുടെ അതേ മണമുള്ള സാധനമാണ് എറിഞ്ചിയം. ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടുകെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഇനി മുള ചിക്കനും അതുപോലെ തന്നെ മുള കൊണ്ടുള്ള റൈസും ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്, ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആരൊക്കെയാണ് ഇതിൽ സഹായിക്കാനുള്ളതെന്ന് സാർ തന്നെ പറഞ്ഞുതരും. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാഫ്, നമ്മുടെ സുനിൽ പാല്, നമ്മുടെ ചീഫ് കുക്കാണ് സുനിൽ പാല്. 40ഓളം വർഷം പാരമ്പര്യമുള്ള ഇദ്ദേഹമാണ് ഇതിന്റെ മെയിൻ ആള്. അതുപോലെ തന്നെ നമ്മുടെ ഗണേശ് പുതിയ ആളാണ്, നമ്മുടെ റെസ്റ്റ് ഹൗസിലെ സ്റ്റാഫാണ്. അതുപോലെ തന്നെ എന്റെ സെക്യൂരിറ്റിയും പ്രിയപ്പെട്ട എന്റെ വണ്ടിയെല്ലാം ചലിപ്പിക്കുന്നത് നമ്മുടെ ഇതൊരു നമ്മുടെ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണനെ പോലെ ഇതിൽ ഏറ്റവും മെയിൻ പത്തിരാം ത്രിപുര. എല്ലാവർക്കും ഒരു ഇതും കൂടി ഉണ്ട്, സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. മിക്കവാറും എല്ലാ വൈൽഡ് ആയിട്ടുള്ള എല്ലാ റെസിപ്പിയും അറിയാവുന്ന ഒരു ആളാണ് പത്തിരാം ത്രിപുര. അപ്പൊ നമ്മൾ ഇനി ആദ്യം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബാമ്പു നമ്മൾ നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചതാണ്. ഇത് ഇതുപോലെ ചെരിച്ചാട്ട കട്ട് ചെയ്തത്. അതിലേക്ക് ഇതേപോലെ നമ്മൾ ഈ ചിക്കനും അതുപോലെ തന്നെ ഇതൊക്കെ അവിടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ കൂട്ട് നിറച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഏറ്റവും താഴെയായിട്ട് ചിക്കനാണ് വരേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു ചിക്കൻ മസാല മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടോ, ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ബാമ്പ് എടുത്തതിന് ശേഷം അതിൽ മൊത്തം ഫുള്ളായിട്ട് ഫില്ല് ചെയ്തു. ഇത് എത്രത്തോളം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോളം ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. സാധാ പച്ചവെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് വാഴ ഇല കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്. വാഴൻ്റെ ഇല നന്നായിട്ട് ചുരുട്ടിയതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കുക. വാഴയുടെ ഇല നന്നായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിന് നല്ല സ്പേസ് ഉണ്ട്. ഈ ഒരു ബാമ്പൂൽ ഇതാ ഇത്രത്തോളം സ്പേസ് ഉണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു വാഴൻ്റെ ഇല ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നന്നായിട്ട് നേരത്തെ തീ കത്തിച്ച് തുടങ്ങിയിരുന്നല്ലോ, അത് നന്നായിട്ട് കത്തിച്ചു. അതിന് ശേഷം നമ്മുടെ ഈ ഒരു മുള ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കുത്തനെങ്ങനെ ആ തായ് ഭാഗം, അതായത് നമ്മൾ ചിക്കനുള്ള ഭാഗം താഴേക്കാക്കിയിട്ട് അതിങ്ങനെ ചെരിച്ചുകൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇത് ചെറുതായിട്ട് ഇതിൻ്റെ സൈഡിൽ തീ കത്തിച്ചുകൊണ്ട് ഇതേപോലെ വെച്ചില്ലേ. ഇനി നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ചൂടായി വരുന്ന ടൈമിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം, ചെറുതായിട്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഏതായാലും ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഉണ്ടാക്കണ്ടേ, ആ റൈസിന് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇല വാട്ട് എന്ന് പറഞ്ഞു പറയും. ഇത് നമ്മുടെ സാറിൻ്റെ മോനാണ്, പറയും. ഇല വാട്ടിയെടുത്തിട്ട് അതിനകത്ത് ചോറ് നിറയ്ക്കും. അതിന് വേണ്ടി അവര് ഇതിനെ ബാമ്പൂവിനകത്ത് വെക്കുന്നത്. അല്ലെങ്കിൽ പുറത്തെടുക്കാൻ നേരം ചോറ് ചിലപ്പോൾ ബാമ്പൂവിനെ തൊട്ടിരിക്കും. ഓക്കെ, അങ്ങനെയല്ല മോളൂസേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഇല വാട്ടിയെടുക്കുകയാണ്. അതിന് ശേഷമായിട്ട് നമ്മൾ റൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി കൂട്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ വാട്ടിയെടുത്ത ആ വാഴയുടെ ഇല ഉണ്ടല്ലോ, അത് റൗണ്ട് ഷേപ്പിൽ, അതായത് നമ്മൾ ആ ബാമ്പുവിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ആക്കിയിട്ട് ഇതേപോലെ റോൾ ചെയ്ത് വെക്കാം. കറക്റ്റായിട്ട് റോൾ ചെയ്യുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഉള്ളിലേക്ക് മുഴുവനായിട്ട് കൊള്ളും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കാം. രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ ഒരു ക്ലിയറും കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ സാധാരണഗതിയിൽ മഞ്ഞളുടെ ഒരു ഇലയായിട്ട് ഇതിലേക്ക് ഉപയോഗിക്കാറ്. ഇവർ ഈ ട്രൈബൽസ് ഉപയോഗിക്കും. ലായൂർ അല്ലേ? ഓക്കെ, ലായൂറു എന്ന് പറയുന്ന ആ ഇലയാണ് ഉപയോഗിക്കാറ്. പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ നാടൻ വാഴയുടെ ഇല ഇതേപോലെ റോൾ ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്യണ്ട. നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന അതും മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അരി എടുത്തു. അതിലേക്ക് എന്തരി എടുത്തു ചേച്ചി? ബിന്നി റൈസ് എടുത്തത്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ ക്യാരറ്റ് ഇട്ടു. അതുപോലെ തന്നെ നമ്മുടെ നാളികേരം, തേങ്ങ ചെറുതായിട്ട് ചെയ്ത് ഇത് വെച്ചിരുന്നു, അതും അതിലേക്ക് ഇട്ടു. അതിനുശേഷം കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പ്രത്യേക ഒരു സംഭവം ഇടുന്നുണ്ട് കേട്ടോ, അതായത് കടല ഇട്ട് കൊടുക്കാം. കടലയും അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക മുന്തിരിയാണ് ഇതിൽ നമ്മൾ സാധാരണ ഫുഡ് ബിരിയാണിയോ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളത്. അടുത്തായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഇതിലേക്ക് നല്ല കടുകെണ്ണ, നേരത്തെ നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചിരുന്നു, അതേപോലെ തന്നെ കടുകെണ്ണ ഇതിലേക്ക് കൂടി ഒഴിച്ചിട്ട് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ മുള ഉണ്ടല്ലോ, ആ മുളയിലേക്ക് ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത അരി, അതായത് അരിയും കൂട്ടി മിക്സ് ചെയ്തത് നന്നായിട്ട് ഫില്ല് ചെയ്യട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാനി, അതായത് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു, അതേപോലെ തന്നെ ഇതിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റൈസ് എടുത്തല്ലോ, ആ റൈസിൻ്റെയും ഇതേപോലെ മുകൾ ഭാഗം ഇതേപോലെ ബന്ദ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ അവിടെ വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതും നമ്മൾ ഇതേപോലെ നേരത്തെ ചിക്കൻ വെച്ചതുപോലെ തന്നെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ റൈസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കുറച്ച് നേരം വെച്ചപ്പം തന്നെ കണ്ടോ, ആ ഒരു മുളയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ഇവിടെ ആയിരുന്നു ആദ്യം വെച്ചിരുന്നത്, അത് ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് ചെരിച്ച് കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ച് കൊടുക്കുക. നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യില്ല, അൽഫാം ഇതൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വേവുന്നതിനനുസരിച്ച് അതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ ഇത് വളരെ അപകടം പിടിച്ച പരിപാടിയാണ്. ഇത് നമ്മൾ നേരിട്ട് ഇത് അനുകരിക്കാൻ പാടില്ല. കാരണം ഇതിടയ്ക്ക് മുള ചെരിയൊക്കെ ചെയ്തോളം നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഈ നമ്മുടെ ഈ കൊടിലെന്ന് പറയുന്ന സാധനം കൊണ്ട് നമുക്ക് പിടിക്കാവുന്നതല്ല. അത് ഇവിടെ ഉള്ളൊരു കൈ കൊണ്ടൊക്കെ പിടിക്കും. വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ്. നമ്മളോട് സൂക്ഷിച്ചും കൊണ്ട് വേണം ചെയ്യാൻ. കാരണം തീയാണ് അടുത്ത്. പിന്നെ മുളയൊക്കെ ഇടുന്നു തിരിച്ചൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ അതുപോലെ കൊടിൽ വെച്ച് തിരിക്കുന്നതായിരിക്കും നല്ലത്. കൈകൊണ്ട് ഡയറക്റ്റ് ഉപയോഗിക്കാതെ കുട്ടികളെയൊക്കെയാണ് മാറ്റി നിർത്തി നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, എത്ര കഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് JK സാറ് ഇതിനെ കുറിച്ച് രണ്ട് വാക്ക് ഞങ്ങൾ ഇന്നലെ വന്നത് മുതലേ ഓക്കെ അല്ല ഇന്ന് ഈ സംഭവം ഇന്നലെ വന്നത് മുതൽ ഇവിടെ മൊത്തം എൻജോയ്മെന്റ് ആട്ടോ. ഇന്നലെ ഞങ്ങൾ കുറെ പാട്ടൊക്കെ പാടി. ഇന്ന് നമ്മൾ ബാംബു ചിക്കനെ കുറിച്ചും ബാംബു റൈസിനെ കുറിച്ചും അതാവുന്ന സമയം കൊണ്ടല്ല പെട്ടെന്ന് ഏറ്റവും സ്പീഡായിട്ട് തെറ്റാതെ അതിനെ കുറിച്ചൊരു വിവരണം തന്നെ. ഓക്കെ, അതെ, വളരെ സ്പീഡായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. തെറ്റുകഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുക. അത് നമ്മൾ വളരെ മനസ്സിലാകുന്ന സ്പീഡ് വളരെ കുറച്ച് പറയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് സ്പീഡിൽ പറയാം. അതാ നിങ്ങൾ കാണുകയാണ് ഇവിടെ ബാംബു ചിക്കൻ ഇവിടെ ഉണ്ടാക്കുകയാണ്. അതെ, രൂപായി ബാംബു ഡെൻഡ്രോക്കലാമസ് ലോഞ്ചിപ്പാത്തസ് എന്ന സയന്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന രൂപായി ബാംബുവിനകത്ത് നമ്മൾ ചിക്കനും റസൂനും അതിലൊക്കെ നമ്മൾ മലയാളത്തിൽ ഇഞ്ചിയും മഞ്ഞളും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഉള്ളത് വരെ കാട്ടി വളരുന്ന ഒരു പ്രത്യേക തരം ഒരു മല്ലിയുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ചെടുത്ത് ബാമ്പുവിൽ കുത്തി നിറച്ച് അതിൻ്റെ മുകളിൽ ഒരു കാട്ടലി, ആ കാട്ടലി കിട്ടാത്തതുകൊണ്ട് നമ്മൾ വാഴയിലും കുത്തി നിറച്ച് നമ്മൾ ഇവിടെ ബാമ്പു ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അരമണിക്കൂർ അവളുടെ എല്ലാം എന്ത് മാറ്റി മറിച്ചിട്ട് എൻ്റെ സ്റ്റാഫ് എല്ലാം കൂടെ ഇവിടെ 3 സ്റ്റാഫാണുള്ളത്. പത്തിരാന്തുരയുണ്ട്, ബാലുണ്ട്, ഗണേഷുണ്ട്. ഇവരെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ ഈ തീയുടെ മേളിലും താഴേക്ക് ഇട്ട് വാട്ടിയെടുത്ത് അവസാനം അതിൽ നിന്നും പതുക്കെ ഒഴുകി താഴോട്ട് ഒഴുകി വരുന്നതാണ് ബാമ്പു ചിക്കൻ. സംഭവത്തിൽ എന്തായാലും ഉഷാറാണ്. നമ്മളിവിടെ അടിച്ചു പൊളിക്കുകയാണ്. ഏകദേശം ഒരു സൈഡൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാംബു റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുറം കരിക്കട്ടായിട്ടുണ്ട്. നമ്മളിതാ ഒന്ന് ഇവിടെ എടുത്തേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം വെച്ചത് ആ ചിക്കൻ വെച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലുള്ളത് റൈസാണ്. ആദ്യം തന്നെ റൈസ് നമുക്ക് ഈ ഒരു വാഴയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടോ നോക്കുകയാണ്. റെഡി ആയിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ വരുന്നു. ആദ്യം തന്നെ കുറച്ച് വെള്ളം വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇതാ നമ്മൾ റൈസ് എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാംബു ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. അടിപൊളി. ഇതേപോലെ പൊട്ടിച്ച് ചെറിയ പീസുകളാക്കി പൊട്ടിച്ച് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. പരിശോധിച്ച് വളരെ കണിശമായിട്ട് പുള്ളി എടുക്കുകയാണ്. ഓക്കെ, അടിപൊളി. നമ്മളൊക്കെ ഇരുന്ന് കാണട്ടെ. കഴിഞ്ഞു, അങ്ങോട്ട് പോട്ടെ. യെസ്, കംപ്ലീറ്റ്. ബാംബു ചിക്കൻ വാഴയിലേക്കകത്ത്. ഓ, സംഭവം സൂപ്പർ ആയിരിക്കുന്നു അല്ലേ? എന്താണ് കാണാനും അതിന്റെ ഒരു സ്മെല്ലാണ് അടിപൊളിയാണ് കേട്ടോ. രക്ഷയില്ല, ഒക്കെ വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. കടലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അരിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ചിക്കൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചേച്ചി ഓരോരുത്തർക്കായിട്ട് റൈസും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കനും കൂടി വെക്കാണ്. കറി ഇടയ്ക്കുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം. ഓക്കെ, ചോക്കട്ടെ. സൂപ്പറാട്ടോ. ഞാൻ വിചാരിച്ചു ചിക്കനൊന്നും വേവില്ല ഇത്രയും. ഇതിന്റെ ഇടയിൽ നിന്ന് കരുതിട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സൂപ്പർ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചോറും ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പല്ലവി കഴിക്കും. പല്ലവി ഇതൊക്കെ ഇടയ്ക്ക് കഴിക്കണം കേട്ടോ. പക്ഷെ സൂപ്പർ, അടിപൊളി. ഓക്കെ, ഓക്കെ, സ്മെല്ലൊക്കെ ഇനി കഴിച്ചിട്ട് പറയാം. ടേസ്റ്റ് സൂപ്പർ.
ഓക്കെ, അപ്പോൾ നമ്മളെ കുക്ക് നമുക്ക് ഈ റെസിപ്പി പഠിപ്പിച്ച് പറഞ്ഞു തന്ന ആൾ കേട്ടോ. ഓക്കെ, ട്രൈബൽസ് കാട്ടി വളർത്തുന്ന ജൂം കൾട്ടിവേഷൻ വളർത്തുന്ന വിന്നി റൈസ്. ഇതിൽ യാതൊരു പെസ്റ്റിസൈഡ്സ് ഒന്നും അടിക്കുന്നില്ല. ഇത് ടോട്ടലി ഓർഗാനിക് റൈസ് ആണ്, കാട്ടി വളർത്തുന്നതാണ്. വേറെ പേരുണ്ട് ഇതിന് സ്റ്റിക്കി റൈസ്. ഇവിടെയാണ് 10-20 റൈസോളം സ്റ്റിക്കി റൈസ് എന്ന് വെച്ചാൽ കണ്ടോ, സ്റ്റിക്കായിട്ട് ഇങ്ങനെ കയ്യിൽ പശ പോലെ വരും. ഭയങ്കര ന്യൂട്രീഷനാണ്. നമ്മളത് ഇങ്ങനെ റൈസിൽ ചിക്കനും മുക്കിയല്ല കഴിക്കണ്ടേ, നമ്മൾ ശരിക്കും ഉൾട്ടയാണ്. നമ്മൾ ചിക്കൻ എടുത്തിട്ട് റൈസിനെടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ പുതപ്പിച്ച് ഒരു പുതപ്പിൽ കൊച്ചു കിടക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കഴിക്കുക. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം ഈ ഒരു റൈസും അതുപോലെ തന്നെ ആ റൈസ് ഞാൻ കഴിച്ചിട്ടില്ല തോന്നുന്നുണ്ട്, നാട്ടിൽ നിന്നും കഴിച്ചിട്ടില്ല. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്, രണ്ടും കൂടി അടിപൊളിയായിട്ട് ആ ഒരു കോമ്പിനേഷൻ ഉണ്ട്. JK സാർ പറഞ്ഞ പോലെ ചിക്കൻ കൂടുതൽ കഴിക്കുക, അതിൽ കുറച്ച് റൈസ് കഴിക്കുക. അടിപൊളി.